ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ ഇന്ന് ഒക്ടോബർ 30 നടന്നിട്ടുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് 630/2023 എന്നുള്ള കാറ്റഗറി നമ്പറായിരുന്നു. അതിൻ്റെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒരു ടോട്ടലായിട്ടുള്ള ഒരു അനാലിസിസും ചെയ്താലോ? യെസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. 150/2024 എന്നുള്ളതാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മെട്രിക്സ് തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് മെട്രിക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആണ്. ദെൻ ഈ എച്ചിൻ്റെ മൈനസ് ഇട്ടിട്ടാണ് ഇപ്പുറത്തെ എലമെൻ്റ് ഉള്ളത് അല്ലേ? AIJ = -AJI ആണ്. അപ്പോൾ അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, മെട്രിക്സ് എ എന്ന് പറയുന്നത് 5/3, ബി 3/2 ആണെങ്കിൽ എ ബിയുടെ ഓർഡർ എന്താണെന്ന് ചോദിച്ചത്. ഓക്കെ, ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ നമ്പറും സെയിം ആയിരിക്കണം. ദെൻ അതിൻ്റെ റിസൾട്ടൻ്റ് വരുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് മറ്റേ നമ്പേഴ്സ് ആയിരിക്കും. അതായത് 5/2 ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇതായിരിക്കും റിസൾട്ടിൻ്റെ ഓർഡർ. ദെൻ എ ഡാഷ് ഡിനോട്ട് ദി ട്രാൻസ്പോസ് ഓഫ് എ. ദെൻ AB ഹോൾ ഡാഷ് എന്താ? AB ഹോൾ ട്രാൻസ്പോസ് എന്താ? B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, കണ്ടീഷൻ ഫോർ എ സിസ്റ്റം ഓഫ് ഹോമോജിനസ് ലീനിയർ ഇക്വേഷൻ ഇൻ n വേരിയബിൾ ടു ഹാവ് n-r ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ R ഈസ് ദി റാങ്ക് ഓഫ് ദി കോഎഫിഷ്യന്റ് മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഓക്കെ, എപ്പോഴും നമ്പർ ഓഫ് അൺനോണിനേക്കാൾ ലെസ് ആയിരിക്കണം റാങ്ക് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദെൻ സം ഓഫ് ദി ഐഗൺ വാല്യൂസ് ഓഫ് ദി മെട്രിക്സ്. സം ഓഫ് ദി ഐഗൺ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുക? അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ആഡ് ചെയ്താൽ മതി. 5 × 2 = 7. യെസ്, അപ്പം ആൻസർ കിട്ടി. നെക്സ്റ്റ്, ദി നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടേഴ്സ് ഫോർ എ മെട്രിക്സ് വിത്ത് n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ഈസ്. സോ അതിൻ്റെ ആൻസർ വരിക n ആണ്. ഓക്കെ, n ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എത്രത്തോളം ഐഗൺ വെക്ടേഴ്സ് ഉണ്ടാവും? n തന്നെയായിരിക്കും. ദെൻ if every minor of order greater than or equal to r of a matrix A is 0, then the rank of A is. ഓക്കെ, അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. <r എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, പ്രൊഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് ഓഫ് ദി മെട്രിക്സ്. എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? λ1 × λ2 അല്ലേ? യെസ്, λ1 × λ2 ആണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ അത് ഡിറ്റർമിനൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താ? 2 × 8 - 3 × 7 16 - 21 - 5 അല്ലേ? സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് പോവാം. ഫൈൻഡ് ദി ലിമിറ്റ് x → 2 + f(x) ഫോർ ദി ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് ചോദിച്ചല്ലേ? x → 2+ ആണ്. ഇവിടെ 2 ഇൻക്ലൂഡ് ആകുന്നുണ്ടോ? 2 ഇൻക്ലൂഡ് ആകുന്നില്ല. അവിടെ ഒരു ഡോട്ട് ഇട്ട് വെച്ചല്ലേ? ഒരു ഡോട്ട് ഇട്ട് വെച്ചത് അതുകൊണ്ടാണ്. അപ്പം അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള വാല്യൂ എന്തായിരിക്കും? അത് ഇൻഫിനിറ്റി ആണ്. ആ ഗ്രാഫ് പോകുന്ന പോക്ക് കണ്ടോ? യെസ്. സോ 9ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഇൻഫിനിറ്റി ആണ്. ദെൻ നെക്സ്റ്റ്, ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇത് x - 2 × x - 3 അല്ലേ? അപ്പോൾ 2 3 അല്ലേ തോന്നും. പക്ഷേ എന്താ അറിയോ, ഈ x² - 4 ഒന്ന് സോൾവ് ചെയ്താൽ x + 2 × x - 2 വരും. താഴെ ഒരു x - 2 വരും. അത് രണ്ടും കട്ടാവും. ഓക്കെ, സോ x = 3 എന്നുള്ളത് മാത്രമാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആൻഡ് if the line 3x - 2y = 7 is a tangent to the graph x = 1, what is the value of f'(1) എന്നാണ് ചോദ്യം. സോ എൻ്റെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നതും 3/2 ആണ് കേട്ടോ. 3/2. ഇതിൽ നിന്ന് y-ൻ്റെ ഇക്വേഷൻ എഴുതുക. അപ്പോൾ നമുക്കൊരു x ഇൻ്റർസെപ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങളൊരു x-ന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 3/2 എന്ന് കിട്ടും. ദെൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് c belongs to -4 6 അപ്പിയറിംഗ് ദി മീൻ വാല്യൂ തിയറം f(x) 2x² - 3x. ഓക്കെ, മീൻ വാല്യൂ തിയറം എന്ന് പറയുമ്പം f(b - f(a) / b - a ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 1 എന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്താ? അത് പോസിറ്റീവാണ്. നെക്സ്റ്റ് വൺ, അറ്റ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഇറ്റ്സ് തേർഡ് ഡെറിവേറ്റീവ് ഈസ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി എന്നാണ് കേട്ടോ. നോട്ട് ഈക്വൽ ടു 0 എന്നാണ് ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പം പറയുന്ന എല്ലാ ഉത്തരങ്ങളും ഫൈനൽ ആൻസർ കീ പ്രകാരം അല്ല കേട്ടോ. ഇത് പ്രൊവിഷണൽ കീ പ്രകാരമാണ്. നിലവിൽ കേരള PSC ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രൊവിഷണൽ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചലഞ്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
നിലവിൽ ഞാനിപ്പം പറയാൻ പോകുന്ന എല്ലാ ആൻസറും പ്രൊവിഷണൽ കീ പ്രകാരമാണെന്ന് മനസ്സിലാക്കുക. ദെൻ ഇവാലുവേറ്റ് 0 to π/2 റൂട്ട് കോസ് എക്സ് ബൈ റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് കോസ് എക്സ്. ആൻസർ π/4 ആണ്. ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ 0 to π/2 ഇനി കോസ് റേസ് ടു 4 ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 4 കോസ് റേസ് ടു 4 അങ്ങനെ സെയിം പവേഴ്സ് ആയിട്ട് വരുന്നതിൻ്റെ ഒക്കെ ആൻസർ π/4 ആയിരിക്കും. നെക്സ്റ്റ് ഇവാലുവേറ്റ് ദി ഏരിയ ഓഫ് ദി ടാൻജൻറ്റ് കട്ട് ഓഫ് ഫ്രം ദി പാരാബോള x² = 8y ബൈ ദി ലൈന്. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊരു പരാബോള ഈ രീതിയിലുണ്ടാവും. നമ്മൾ x-2y എന്ന് പറയുന്ന ഒരു ലൈൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് ചോദിക്കുന്നത് കേട്ടോ, ഈ ഒരു ഏരിയ ചോദിക്കുന്നത്. ഇത് ചെയ്തിട്ട് ആൻസർ കിട്ടിയിട്ടുള്ളത്, ഇതിൻ്റെ ആൻസർ കീ പ്രകാരം ആൻസർ 125/6 എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എത്ര നോക്കിയിട്ടും എനിക്കതിൻ്റെ ആൻസർ 36 എന്നാണ് കിട്ടുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ആൻസർ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനൊരു 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 36 എന്നാണ് കിട്ടിയത്. ഓക്കെ, സോ മിക്കവാറും ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഇതേപോലെ 125/6 എന്ന് ആൻസർ കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചിലപ്പോൾ എനിക്ക് തെറ്റിയതാണോ എനിക്ക് അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇനി ഇവാലുവേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റനാണ്. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി, വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. 22 ആണ്. ദെൻ ഡി ഈസ് ദി ലെങ്ത് ഓഫ് ഡയഗണൽ. വാട്ട് ഈസ് ദ ഡി റെസ്പെക്ട് ടു 18ൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് 3/√5 ആണ് കേട്ടോ. ദെൻ അടുത്തത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുക. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 4/3 ആണ്. ദെൻ ഒരു ട്രിപ്പിൾ ഇൻ്റഗ്രലാണ്. ട്രിപ്പിൾ ഇൻ്റഗ്രലിൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 20 ഇതൊക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ സമയം കുറേ കളയാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതിനെ കണക്കാക്കാം. അതേപോലെ ഇതൊക്കെ ഇല്ലേ നമ്മുടെ ഏരിയ ഒക്കെ കാണുന്നത്, അതൊക്കെ നിങ്ങളുടെ ടൈം കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം തരുന്ന വലിയ ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y dx പ്ലസ് അത് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് xy = k എന്നാണ് കിട്ടുക. ഇത് എന്ത് ചെയ്താൽ മതി, വൈനൊക്കെ ഇപ്പുറം കൊണ്ടുപോകാം, y dy ഇപ്പുറം കൊണ്ടുവരിക, dx ഇപ്പുറം കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് ലോഗ് അപ്ലൈ ചെയ്യേണ്ടി വരും. log y = -log x കിട്ടും. -log x 1/log x അല്ലേ. അപ്പം ലോഗ് കളഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നാൽ xy = k എന്ന് കിട്ടും. നെക്സ്റ്റ് സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²y ബൈ dx² + 4y. ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇതിനെ s² + 4y s² + 4 0 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഇവിടെ തന്നിരിക്കുന്നത് y c1 cos 2x പ്ലസ് c2 sin 2x എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് സൊല്യൂഷൻ ഓഫ് ഇത് x² y ഡബിൾ ഡാഷ് പ്ലസ് xy ഡാഷ് പ്ലസ് y = 0. ഇത് കോച്ചീസ് ഇക്വേഷൻ അല്ലേ. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് y = c1 cos log x പ്ലസ് c2 sin log x ആണ് കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് അത്ര ഓർമ്മയില്ല, പക്ഷേ ആൻസർ കീ പ്രകാരം ഇത് തന്നെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് dy/dx പ്ലസ് y tan x = sec x. ഇത് ഹോമോജിനസ് ആണ്. അപ്പോൾ നമുക്കിവിടെ p എന്ന് പറയുന്ന tan x കിട്ടും. ഈ നിങ്ങൾ IF കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി y sec x = tan x + c. ദെൻ മീൻ കണ്ടുപിടിക്കുക, വളരെ എളുപ്പമാണ്. 25 c ആണ് കേട്ടോ. ആവറേജ് ആണ്. ഓക്കെ, 4 കൂട്ടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. റാൻഡം വേരിയബിൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. P(1) P(0) ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മീനാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടിൻ്റെയും പോയ്സൺ ഇക്വേഷൻ എഴുതുക. പോയ്സൺ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ = 1 കിട്ടും. ലാംഡ തന്നെയല്ലേ മീന് അല്ലേ. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ വേരിയൻസ് ഓഫ് ദി യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ 1/3 3 ≤ x. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 3/4 ആണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക, അത്ര ഉറപ്പില്ല, ഞാൻ ചെയ്തിട്ടില്ല തോന്നുന്നു. നെക്സ്റ്റ് E of x തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ E of x + 2. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് x തന്നു. എക്സ്പെക്ടേഷൻ ഓഫ് x + 2 എന്ന് പറയുന്നത് ഓപ്ഷൻ എ 7 ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്, ആൻസർ കീ തെറ്റാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുന്നു, ഇത് പ്രൊവിഷണൽ കീ പ്രകാരമുള്ള ആൻസറാണ് ഞാൻ പറയുന്നത്. ദെൻ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആർ 4 and 2 റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ കണ്ടുപിടിക്കുക. മീൻ എന്താ, ബൈനോമിയലിൻ്റെ കേസിൽ NP ആണ്. വേരിയൻസ് പറയുന്നത് NPQ ആണ് അല്ലേ. വേരിയൻസ് NPQ ആണ്. അപ്പോൾ നമുക്ക് Q കിട്ടുമല്ലോ. Q എന്ന് പറയുന്നത് 1/2 ആണ് കിട്ടുക. ഓക്കെ, 1/2 കിട്ടും. ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 റെഡ് ബോൾസ് ഫ്രം 4 റെഡ് ബോൾ ആൻഡ് 3 വൈറ്റ് ബോൾ വളരെ സിമ്പിളാണ്. 2/7.
ബേസിക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. വരിക 4c2/7c2 എന്നുള്ളൊരു ആൻസറാണ് വരിക. എക്സ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0.5 എന്ന് കിട്ടും. ഓക്കെ, ഒന്നുമില്ല, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ നോർമൽ കർവിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഈ പറയുന്ന ഏരിയ വരിക. ടോട്ടൽ ഏരിയ 1 അല്ലേ, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ 0.5. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. വാല്യൂ ഓഫ് കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്താ, -1നും 1നും ഇടയിലാണ്. ദെൻ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടിക്കറ്റ് വിത്ത് നമ്പർ എ മൾട്ടിപ്പിൾ ഓഫ് 5 ഇൻ എ റാൻഡം ഡ്രോ ഓഫ് എ ബാഗ് കണ്ടെയ്നിങ് ടിക്കറ്റ്. ഒന്നുമില്ല, 1 മുതൽ 100 വരെയുള്ള ഇവൻ നമ്പേഴ്സ് എത്ര ഉണ്ടാവും, 50 നമ്പർ ഉണ്ടാവും അല്ലേ. അതിൽ മൾട്ടിപ്പിൾ ഓഫ് 5 വരാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും, 10, 20, 30, 40, 50 അല്ലേ. അത് ഇവൻ നമ്പർ ആയിരിക്കണം, ഫ്രം ഇവൻ നമ്പർ ആയിരിക്കണം. അപ്പോൾ 10, അപ്പോൾ 1/5 ആണ് ആൻസർ വരിക. 10/50 അല്ലെ 1/5, ഇത്രയുള്ള കാര്യം. 34ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 35ൻ്റെ ആൻസർ വരുന്നത് σ²/n ആണ്. 36 രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി സി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി അല്ലേ അല്ലേ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നതാണ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. നിങ്ങൾക്കറിയാം പി ഓഫ് എ ഗിവൺ ബി അല്ലേ, പി ഓഫ് എ ഗിവൺ ബി എന്താ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ആണ്. ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താ, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പോൾ ഇവനും ഇവിടെയുള്ള പി ഓഫ് ബിയും കട്ടാവും. അപ്പം പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ആവും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഐറ്ററേറ്റീവ് സൊല്യൂഷൻ ഓഫ് ബിറ്റ്വീൻ 1 and 2 റെഗുലർ ഫാൽസി മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. 1.571 ആണ് ആൻസറായിട്ട് കിട്ടുക. ഓക്കെ, ചെയ്ത് നോക്കുക. ഇതാണ് ആൻസർ കിട്ടുക എന്നാണ് നിങ്ങളുടെ ആൻസർ കീ പറയുന്നത് കേട്ടോ. ഈ ന്യൂട്ടൺ റോസൻ മെത്തേഡ് ഫസ്റ്റ് ഐറ്ററേറ്റീവ് സൊല്യൂഷൻ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫോർവേഡ് ഡിഫറൻസ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഡെൽറ്റ y0 കൊണ്ടടിക്കുക, ഡെൽറ്റ² y0 കൊണ്ടടിക്കുക, അത്രേ ഉള്ളൂ കാര്യം. ലഗ്രാഞ്ചേസ് ഇൻ്റർപോളേഷൻ പോളിനോമിയൽ 40ൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദെൻ റേഷ്യോ ബിറ്റ്വീൻ ഐൻസ്റ്റൈൻ കോഎഫിഷ്യൻറ്റ് ഫോർ സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എഫിഷ്യൻ ഈസ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ദെൻ ഇതൊക്കെ പ്രോബ്ലംസ് ഒക്കെ കുറച്ച് നല്ല ടഫായിട്ടാണ് തോന്നുന്നത് അല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ല ഡീപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ. സാധാരണ കുട്ടികളൊക്കെ ഇത് ബേസിക്സ് വിചാരിച്ചിട്ട് പോയതായിരിക്കാം, പക്ഷേ നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. 42ൻ്റെ ആൻസർ 90 ജൂളാണ് കേട്ടോ. ദെൻ വാട്ട് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദി, ഇവിടെ നിങ്ങളുടെ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, നമ്മളെപ്പോഴും കോറിന് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അത് കോറിന് നമ്മൾ μ1 എപ്പോഴും പഠിച്ചു അല്ലെ, μ1 അല്ലെങ്കിൽ n1 പഠിച്ചു. ഇവിടെ എന്താ, ഇവിടെ ക്ലാഡിങ് ആണ് അവർ μ1 എന്ന് പറഞ്ഞാൽ, കോറ് μ2 ആണ്. അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്തായിരുന്നു, √μ2² മൈനസ് μ1². ഇനി ന്യൂമറിക്കൽ അപ്പർച്ചർ ആണോ ചോദിച്ചത്, അല്ല, ആക്സെപ്റ്റൻസ് ആംഗിളാണ് ചോദിച്ചത്. അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് μ2² മൈനസ് μ1². ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, സെൻസിങ് മീഡിയം ഇൻ ആൻ ഇൻട്രിൻസിക് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് എന്താണ്, ഫൈബർ തന്നെയാണ് സെൻസിങ് മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രിൻസിക് അല്ലേ, എക്സ്ട്രിൻസിക് അല്ലല്ലോ. വിച്ച് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ് ചെയ്യുന്നത്, ബ്ലൂ LED, സിലിക്കൺ ഗാലിയം നൈട്രൈഡ് ആണ് യൂസ് ചെയ്യുക. ദെൻ ഫെർമി ലെവൽ ഇൻ N ടൈപ്പ് സെമി കണ്ടക്ടർ, N ടൈപ്പ് ആണെങ്കിൽ ക്ലോസ് ടു കണ്ടക്ഷൻ ആണ്, P ടൈപ്പ് ആണെങ്കിലാണ് ക്ലോസ് ടു വാലൻസ് ബാൻഡ്. ഓക്കെ, ദെൻ 47ൻ്റെ ആൻസർ 2.25 × 10⁵ ആണ്. ദെൻ BCS തിയറി പ്രകാരം 2 ഇലക്ട്രോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ ആൻഡ് മൊമെൻ്റ് ആണ് ആൻസർ വരിക. ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് ഓഫ് എ സൂപ്പർ കണ്ടക്ടർ ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു m/n μ0 e² ഹോൾ റൈസ് ടു 1/2. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ക്രിട്ടിക്കൽ ഫീൽഡ് ഫോർ ലെഡ്, 4.875 എന്നുള്ളതാണ് ആൻസർ. നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തോന്നുന്നത്. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ദെൻ ഇൻഫ്രാസോണിക്കിൻ്റെ ആപ്ലിക്കേഷനല്ലേ ചോദിച്ചത്. ഇൻഫ്രാസോണിക്കിനകത്ത് എർത്ത് കേക്ക് മോണിറ്ററിങ്. ഓക്കെ, ദെൻ 1 എന്നുള്ള ആൽഫ വാല്യൂ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ്റ് എന്താ ഉദ്ദേശിക്കുന്നത്, ആ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ട് അല്ലേ. ദെൻ
53 ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് 1 dB. 1 dB എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ 26%-ന് ഈക്വലൻ്റ് ആണ് കേട്ടോ. മറ്റേതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ലോഗ് 10 ബേസ് ആണെങ്കിൽ ലോഗ് 10 ബേസിൽ 10 വരുമ്പോഴാണ് 1 dB വരിക. പക്ഷേ ഇവിടെ എന്താ, ഇവിടെ ചേഞ്ച് ഇൻ അല്ലേ, ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി ലെവൽ 1 dB എന്ന് പറയുന്നത് 26% ആണ്. ഇത് നമ്മൾ സാധാരണ ഇലക്ട്രിക്കൽ എക്സാമുകളിലൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എക്സാമിൽ കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ ഈ ചാർട്ട് വരക്കുമ്പോഴൊക്കെ നമ്മൾ ലോഗ് കൺവേർഷനൊക്കെ പഠിക്കാറുണ്ട്, ഗെയിനൊക്കെ പഠിക്കുന്ന സമയത്ത്. ഓർമ്മയുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആൻസർ 26% ആണ് കേട്ടോ. ഇനി 54 പ്രോപ്പർട്ടി ഓഫ് എ സൗണ്ട് ക്ലോസ് ടു ഫ്രീക്വൻസി ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ 55 ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ മോണോമേഴ്സ് ഓഫ് കെവിലാർ. കെവിലാറിൻ്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ്? പാരാഫിനൈൽ ഡയാമീൻ ആൻഡ് ടെറിഫ്താലിക് ആസിഡ്. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഡെവലപ്പിംഗ് ചേംബർ ഇൻ TLC? ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. സെപ്പറേറ്റ് ദി കമ്പണൻസ് ഓഫ് ദി മിക്സ്ചർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ പി ടൈപ്പ് ഡോപ്പൻറ്റ് 58 അയഡിൻ ആണ്. ദെൻ ലോ തെർമൽ എക്സ്പാൻഷൻ, അത് ബോറോൺ ട്രയോക്സൈഡ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് സിമെൻറ്റിന് ടൈം, സെറ്റിലിംഗ് ടൈം ഡിറ്റർമിൻ ചെയ്യുന്ന ആരാ? ജിപ്സം ആണ് അല്ലേ. ഇനി TGA എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? തെർമൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. ദെൻ വാട്ട് ഈസ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിക്കുന്നത്? 1, 2, 3 കറക്റ്റാണ് കേട്ടോ. ദെൻ കോമൺ ഫിഷനബിൾ ന്യൂക്ലിയർ യൂസ്ഡ് ഇൻ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ. യുറേനിയം 235 ആണ് ആൻസർ. പലർക്കും കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും, പക്ഷേ ആൻസർ കീ പ്രകാരം ഇതാണ് കേട്ടോ ആൻസർ ആയിട്ടുള്ളത്. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് സ്കാനിങ് കോയിൽ ഇൻ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? ടു ഡിഫ്ലക്റ്റ് ദി ഇലക്ട്രോൺ ബീം ആണ് കേട്ടോ. then അടുത്തത് 65ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 66 ഇൻ്റർനാഷണൽ ഡേ ഫോർ പ്രിസർവേഷൻ ഓഫ് ഓസോൺ ലെയർ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ദെൻ 67 ലേസർ എബ്ലേഷനാണ് ആൻസറായിട്ട് വരുന്നത്. 68 എയറേഷനാണ്. 69 ആൻസർ വരുന്നത് നെഫിയോൺ ആണ് കേട്ടോ, നെഫിയോൺ. ദെൻ 70 ബ്ലൂ ബേബി സിൻഡ്രോം വരുന്നത് നൈട്രേറ്റ് അയോൺസ് ആണ്. ദെൻ 71 മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ഓക്കെ, അതായത് ഹയർ ഓർഡർ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചെയ്യും. ദെൻ ലോ ഇമ്പോർട്ടൻസ് ഉള്ളത് താഴെയുള്ള സബോർഡിനേറ്റേഴ്സിന് കൊടുക്കും. ഓക്കെ, അത് എക്സെപ്ഷനാണ്. 72 ആൻസർ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അത്ര അറിവില്ല കേട്ടോ. ദെൻ 73 വരുന്നത് മെട്രിക്സ് ആണ്. അത് ശരിയാണ്, കാരണം എന്താ, 2 ടൈപ്പും മിക്സ് ആയിട്ട് വരുന്നത് മെട്രിക്സിലാണ്. ദെൻ 75 ലേസസ് ഫെയർ. എന്തുകൊണ്ടാണ്? നമ്മൾ സബോർഡിനേറ്റ്സിനെ അവരുടെ പാട്ടിന് വിടുന്നു. ഓക്കെ, നമ്മൾ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, എന്നിട്ട് സബോർഡിനേറ്റ്സിന് അവർക്ക് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുന്നു. അതാണ് സംഭവം. 75 ഫോർ എ സിംഗിൾ ഏരിയ ഓഫ് ആക്ടിവിറ്റിക്കാണ് ഫങ്ഷണൽ മാനേജ്മെൻറ്റ്. നമ്മളിപ്പം HR-ന് വേറെ മാനേജർ വെക്കും അല്ലേ, R&Dക്ക് വേറെ മാനേജർ വെക്കും, അതൊക്കെ പോലെ തന്നെ. 76ൻ്റെ 3000 എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. 77ൻ്റെ ആൻസർ യൂണിറ്ററി അപ്രോച്ചാണ്. 78 സെലക്ഷൻ ഓഫ് ഓക്കെ സി ആണ്. 79 ഡയറക്ഷൻ ഷെയറിംഗ് ആണ്. ദെൻ 80ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദെൻ 81 ഓപ്ഷൻ എ ആണ്. 82 ഓപ്ഷൻ എ ആണ്. NPV ആണ്. എന്താണിത്? ഇതുണ്ടോ, എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ. ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ഇൻക്ലൂഡ് ചെയ്യുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ്, NPV-യിലാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് വരുന്നത്. 83 ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് സെക്യൂരിറ്റി. 84 ഓപ്പറേറ്റിംഗ് റേഷ്യോ ആൻഡ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. 85 ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡൽ. 86 ഡെപ്റ്റ് ഫിനാൻസിങ്ങിൻ്റെ ഗുണം എന്താ? ടാക്സ് ഡിഡക്റ്റിബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ആണല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഈ പെക്കിംഗ് ഓർഡർ തിയറി ഒക്കെ പറയുന്നത്. 87 ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ 88 എ ആണ്. 89 ഓപ്ഷൻ സി ആണ്. 89 കഴിഞ്ഞാൽ 90ൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 1 and 2 മാത്രമേ ശരിയുള്ളൂ. 91 വരുന്നത് ഓപ്ഷൻ സി ആണ്. 92 ഓപ്ഷൻ എ ആണ്.
ദെൻ 93 ആൻസർ ഓപ്ഷൻ എ ആണ്. 94 ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത്, ഓപ്ഷൻ ബി. 95 ആൻസർ ഡി ആണ്. ഞാൻ വായിക്കുന്നില്ല കേട്ടോ, വായിച്ച് വെറുതെ കഥ വായിച്ച് തീർക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. 96 ആൻസർ ബി ആണ്. കണ്ടോ, ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇതാണ്. നമ്മൾ വിചാരിക്കും 1, 2 നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 1, 3 കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോഴാണ് നമുക്ക് ഡൗട്ട് വരും, 1, 2, 3 ശരിയാണോ, ഇനിയിപ്പോൾ ശരിയല്ലേ. നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ നമ്മളങ്ങ് എലിമിനേറ്റ് ചെയ്തായിരിക്കും അല്ലേ. ചിലപ്പോൾ 1 കറക്റ്റായിട്ടും ശരിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെങ്ങ് കട്ട് ചെയ്യും. ഓക്കെ, ഇനി 3 ശരിയാണെന്ന് നമുക്ക് ഉറപ്പായി, 3 ശരിയായെന്ന് നമുക്ക് ഉറപ്പായി. അപ്പോൾ എന്തായി, നമ്മൾ എനെ കട്ട് ചെയ്തു, സീനെയും കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഡൗട്ടാണ്, ഇനിയിപ്പോൾ 2 ശരിയാണോ എന്നുള്ള ഡൗട്ട് നമ്മളങ്ങനെ കുറേ നേരം നിൽക്കുമ്പോഴാണ് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വരിക. ചിലപ്പം തെറ്റിപ്പോവും, ചിലപ്പം മാറിപ്പോവും. 96 ബി ആണ് ശരി എന്നാണ് കേട്ടോ പറയുന്നത്. 97 ആൻസർ ഡി ആണ്. 98 ആൻസർ ബി ആണ്. 99 ആൻസർ ഡി ആണ്. ദെൻ 100ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊവിഷണൽ കീ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്. ഇത് കേരള PSC ഇറക്കിയിട്ടുള്ള പ്രൊവിഷണൽ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങളുമായിട്ട് ഇതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായേക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ രീതിയിലായിരിക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവുക, ചിലപ്പോൾ ഇത് തെറ്റാവാം, അതിനൊക്കെ ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറാണ് കറക്റ്റാണ് തോന്നുകയെങ്കിൽ, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ, സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. 5 ദിവസത്തോ മറ്റോ ഉണ്ട് തോന്നുന്നു ആൻസർ കീ വന്നതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. താല്പര്യമുള്ളവർ ചെയ്യാം. ഇനി ഈ ഒരു എക്സാമിൻ്റെ ഒരു അനാലിസിസ് ചോദിക്കുകയാണെങ്കിൽ, ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ, എക്സാം ഒരു ടഫായിട്ടുള്ളൊരു പേപ്പർ തന്നെയായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ എക്സാം നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നോ? യെസ്, കഴിഞ്ഞ എക്സാം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം സിലബസ് മുഴുവനായിട്ട് മാറിയതിന് ശേഷം വന്ന ഈ ഒരു എക്സാമിൽ മാത്സ് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ഈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദെൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി കുറച്ചൊരു ടഫ് തന്നെയാണ്. ഇപ്പോൾ അതിലെ പ്രോബ്ലംസൊക്കെ നല്ല ടഫായിട്ടാണ് തോന്നിയത്. ദെൻ മാനേജ്മെൻറ്റ് ടോപ്പിക്കുകളും നല്ല കൺഫ്യൂസിങ് ആയിട്ട്, ചിലപ്പോൾ മാനേജ്മെൻറ്റ് പഠിച്ച MBAക്കാർക്ക് ചിലപ്പോൾ കിട്ടിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റ് ബ്രാഞ്ചുകാർക്ക്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകാർക്ക് കുറച്ച് ടഫായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ട്, ടൈം കൺസ്യൂമിങ് ആയിട്ട്, കൂടുതൽ സമയം നിങ്ങളുടെ വേസ്റ്റ് ആവുന്ന രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളാണ്. സോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റുക. ഇനി ഇതിനെ കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ മിക്കവാറും പറയും, കുറേ പേര് ഓൾറെഡി മെസ്സേജസ് ഒക്കെ അയച്ചു കഴിഞ്ഞു. പക്ഷേ ഇതിന് കട്ട് ഓഫ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനൊരു എന്താ പറയുക, അതിനൊരു പ്രസക്തി ഇല്ല. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം. ഇപ്പം നിലവിൽ ഞാൻ ഒരു കേസ് എടുക്കുകയാണേ. സപ്പോസ് ഈ ഒരു എക്സാമിൽ ടോപ്പറിന് ഒരു 50 മാർക്ക് കിട്ടി നിങ്ങൾ വിചാരിച്ചോ. ഓക്കെ, ഇതൊരു ഫസ്റ്റ് കേസാണ് കേട്ടോ. ഫസ്റ്റ് കേസ്, ടോപ്പറിന് ഒരു 50 മാർക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത റാങ്കുകാരന്, 2ാം റാങ്കുകാരന് ചിലപ്പം 50 ഉണ്ടാവില്ല, 49, 48, 47 ഉണ്ടാവില്ല, 46 ആയിരിക്കും. ദെൻ 45 ഒരു 2 പേരുണ്ടെന്ന് വിചാരിച്ചോ. ദെൻ 44.3 അവിടെയൊക്കെ ഒരു 3 പേര്. ദെൻ 43, 42, 41 ഒരു ഇത്രയും ആൾക്കാരടങ്ങിയ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണേ. മെയിൻ ലിസ്റ്റിൽ ഒരു 10 12 പേരൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നത് വിചാരിച്ചു. ഒരു 12 പേരുണ്ട് വിചാരിച്ചു. 12 പേര് ഈ രീതിയിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു 12 പേര്. ചിലപ്പോൾ ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കട്ട് ഓഫിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ കട്ട് ഓഫ് അത്ര 41 കട്ട് ഓഫ്. പക്ഷേ ഈ 41 കട്ട് ഓഫ് വന്ന് റാങ്ക് ലിസ്റ്റിൽ കയറിയ ആൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. കാരണം നിലവിൽ 3 വേക്കൻസികളാണ് ഉള്ളത്. അപ്പോൾ ജനറലിന് കിട്ടാൻ സാധ്യതയുള്ളത് ഒരു സീറ്റ് ഉറപ്പാണ്. 2 വേക്കൻസികൾ ഉണ്ടാവുമെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരു വേക്കൻസി ഉറപ്പാണ്. സോ ഈ ടോപ്പറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജോലി ലഭിക്കുന്നതായിരിക്കും. ബാക്കിയുള്ളവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ? അവിടെ കട്ട് ഓഫിനൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ടോ? ഇല്ല അല്ലേ. ഇനി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ടോപ്പർക്ക് 50 കിട്ടുള്ളൂ എന്ന്. അത് എത്രത്തോളം ഒരാൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. നമുക്കറിയാം കേരളത്തിൽ നിലവിൽ ഒരു 10ലധികം സെൻറ്റേഴ്സ് ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ ഈ ഒരു എക്സാമിന് പോകുന്ന ഒരു 1000 പേരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിയർലി ഒരു 1000 ആൾക്കാരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് കോച്ചിങ് ഒക്കെ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അത്രത്തോളം പ്രിപ്പയർ ചെയ്തു പോകുന്ന ഒരു 1000-ഓളം ആൾക്കാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ടോട്ടലിൽ നിന്ന് പറയുന്നതാണ്.
ടോട്ടൽ എത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു? 30,000 40,000 30,000-ഓളം ആൾക്കാരുണ്ടായിരുന്നില്ലേ? അതിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരു നിയർലി 1,000 ആൾക്കാരെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിൽ ആരൊക്കെ പെടും? കോച്ചിങ് എടുത്ത് പോകുന്നവരുണ്ട്, then സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, സ്വന്തമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ടോപ്പറിനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, അത് ഒരൊറ്റ ആളുണ്ടായാൽ മതി. ആ ഒരാൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നല്ല റിവിഷനൊക്കെ എടുത്ത് പോകുന്ന ഒരാളാണെങ്കിൽ ചിലപ്പം ടോപ്പർക്ക് 50 ഉണ്ടാവാം, അല്ലെങ്കിൽ 55 ഉണ്ടാവാം, അല്ലേ? നമുക്കതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സപ്പോസ് ടോപ്പറിന് ഒരു 60 ഉണ്ടാവാം, 1ാം റാങ്കുകാരന് ഒരു 60 മാർക്കും, ബാക്കിയുള്ളത് സപ്പോസ് ഒരു 2ാം റാങ്കുകാരന് ഒരു 52 ഉള്ളൂ, അങ്ങനത്തെ കേസും വരാം. അതാണ് ഞാൻ പറയുന്നത്, ഇവിടെ കട്ട് ഓഫിന് പ്രസക്തിയില്ല. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വെയ്ഗായിരിക്കും നമ്മളിവിടെ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, കാരണം ചെറിയ റാങ്ക് ലിസ്റ്റുകളിൽ മിക്കവാറും സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ മാർക്കുകൾ തമ്മിൽ വലിയ ദൂരം ഉണ്ടാവും. ഇപ്പോൾ ഒരു 1000 പേരുടെ ലിസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇപ്പം ഒരേ മാർക്കിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, അല്ലേ? ഒരു 75 മാർക്ക് ടോപ്പറുള്ളൊരു ലിസ്റ്റിൽ 65 തന്നെ ഒരു 10-20 പേർക്കുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ KSEBയുടെ ഒക്കെ PWD ഒക്കെ അല്ലെങ്കിൽ മീറ്റർ റീഡറിൻ്റെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ ഒക്കെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഒരു 1000-2000 പേരൊക്കെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഒരു 10 പേരെങ്കിലും ഉണ്ടാവും ഒരേ മാർക്കിൽ, 65.33, 65.66. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഒരു കട്ട് ഓഫ് നമുക്കങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾ ചോദിക്കുന്ന സ്ഥിതിക്ക് ചിലപ്പോൾ ഒരു 45 നിയർ ബൈ ആയിട്ടുള്ളൊരു കട്ട് ഓഫിന് സാധ്യതയുണ്ട്. ഓക്കെ, 45 നിയർ ബൈ എന്ന് ഞാൻ പറയാൻ കാരണം അത് മുകളിലോട്ടും പോവാം താഴോട്ടും പോവാം കേട്ടോ. 45 to 50 ആവാം, അല്ലെങ്കിൽ 45 ഒരു 1-2 മാർക്ക് കുറയാം. അപ്പം ഇതാണ് ഒരു കട്ട് ഓഫിന് സാധ്യത. കാരണം അത്ര താഴോട്ടേക്ക് പോകാൻ സാധ്യത കുറവാണ്. കാരണം നമുക്ക് അത്ര പേരിൽ വേണ്ട, ഒരു 10-12 പേര് മാത്രമേ മെയിൻ ലിസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഇതിനേക്കാൾ മാർക്ക് കൂടുതലുള്ള അത്രത്തോളം പേരുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആകപ്പെടുകയാണെങ്കിൽ, ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത് 100 ചോദ്യങ്ങളിലാണ്, ചിലപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ കട്ട് ഓഫ് വീണ്ടും മാറിയേക്കാം. ചിലപ്പോൾ താഴാം. ചില കേസസിൽ ചില സ്റ്റുഡൻസിന് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കൂടും. അതെങ്ങനെയാണ്? യെസ്, ചിലപ്പോൾ അവർ നിലവിൽ ആ ഒരു ഉത്തരം തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിന് പോയ -0.33 കൂടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കട്ട് ഓഫിന് ഇവിടെ അത്ര പ്രസക്തിയില്ല. എന്നാലും ഞാൻ ചെറിയൊരു വ്യൂ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം കേട്ടോ. യെസ്, സോ അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ചാനലിൽ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടാവുക. പരീക്ഷകൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്